അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എങ്കിൽ യുദ്ധം കൂടുതൽ സങ്കീർണമാകും എന്ന് തന്നെ പറയാം. പക്ഷെ ഈ കരയുദ്ധം എന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നത് കരയുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളക്കാരുടെ കാഷ്വാലിറ്റി വളരെ കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതാണ്. ഇറാനിൽ 100, 150 അല്ലെങ്കിൽ 1000 ആൾ കൊല്ലപ്പെടുന്നത് പോലെയല്ല അമേരിക്കൻ ആർമിയുടെ 10 പേർ ഒറ്റയടിക്ക് കൊല്ലപ്പെടുക എന്നത്. അത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു കരയുദ്ധത്തിന് കണ്ണും കൈയും കെട്ടി അമേരിക്ക മുതിരും എന്ന് തോന്നുന്നില്ല. അതിനു മുൻപുള്ള സമവായ ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെല്ലാം കണ്ടത്. ഇന്നലെ തുർക്കിയും സൗദി അറേബ്യയും അതേപോലെ ഈജിപ്തും എല്ലാം ചേർന്നിരുന്നുകൊണ്ട് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച 15 പരിപാടിയിൽ ഏതെല്ലാം ഇറാന് സ്വീകാര്യമാണ് എന്നുള്ളൊരു അന്വേഷണമാണ് ഇന്നലെ നടന്നത്. അതിൽ ചിലതെല്ലാം ഇറാന് സ്വീകാര്യമാണ്. പക്ഷെ ഈ സംഗതികളൊന്നും ഒരു പ്രധാന കാര്യം നമ്മൾ കാണേണ്ടത് അമേരിക്കയാണ് യുദ്ധം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ യുദ്ധം നിർത്താൻ ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ലോങ് ടേം യുദ്ധം എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ സംബന്ധിച്ചിടത്തോളവും അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം തീരെ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇറാൻ ഹാസ് ബീൻ ഗോയിങ് ത്രൂ സച്ച് എ ഫേസ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പം അവർക്ക് ഇതിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ട് കുറെ കാലത്തേക്കെങ്കിലും. അതും യുദ്ധം എന്ന ഒരു ലോ ഗ്രേഡ് ഫീവർ, ഒരു ചെറിയ പനി പോലെ യുദ്ധത്തെ ലോകത്തിന്റെ മേലെ നിലനിർത്തുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പെൻസീവ് ആണത്, കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ് കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ഇൻവേഷനിലൂടെ അല്ലെങ്കിൽ യുദ്ധം കടുപ്പിക്കുന്നതിലൂടെ അമേരിക്കയ്ക്കുള്ള നേട്ടം യുദ്ധം നിർത്തുന്നതിൽ ഉണ്ടാക്കുന്ന നേട്ടത്തെക്കാൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മേ ബി ഇൻ ഫ്യൂ ഡേയ്സ് ടൈം ഒരു തരത്തിലുള്ള നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിന്റെ ഭാഗത്തേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. പ്രൊവൈഡഡ് ഈ അറബ് രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാതിരുന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ പ്രധാനം. ഇത്രയും കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ അറബ് മേഖല വളരെ സംനയനത്തോടു കൂടിയാണ് ഈ യുദ്ധത്തെ കൈകാര്യം ചെയ്തത്. അവർക്ക് മേൽ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ പോലും വലിയ രീതിയിലുള്ള തിരിച്ചടി ആ മേഖലയിൽ നിന്നും ഇറാന്റെ മേലെ ഉണ്ടായിട്ടില്ല. അത് ആണ് ഈ യുദ്ധത്തെ വലിയ രീതിയിൽ പടരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. പക്ഷെ അതിന് വല്ല മാറ്റവും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച യുദ്ധം വലിയ രീതിയിൽ ഒരു വിനാശകരമായിട്ടുള്ള ഒരു ട്രാജഡിയിലേക്ക് നീങ്ങുമെന്നാണ് കരുതാൻ. ഒരു കാര്യം കൂടി, അതായത് ഈ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് ഇടനിലക്കാനാവുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം സാധ്യമാകും? ഇറാനെ പോലൊരു രാജ്യം പാകിസ്ഥാൻ ഈ ചർച്ച നടത്തുന്നതിൽ വിശ്വസിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ചർച്ചയിലേക്ക് പോകാനുള്ളൊരു സാധ്യത നിലവിലുണ്ടോ? പാകിസ്ഥാൻ എന്നത് ഒരു കൊളാറ്ററൽ ബെനിഫിഷ്യറി മാത്രമാണ്. അതായത് അമേരിക്ക ലോകത്ത് യാതൊരു സൗഹൃദങ്ങളില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അമേരിക്കയ്ക്ക് ലോകത്തൊരു തരത്തിലും സൗഹൃദങ്ങളില്ല. കാരണം ഈ ട്രംപിന്റെ വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബിഹേവിയർ കാരണം ലോകരാജ്യങ്ങളൊന്നും അമേരിക്കയോട് ചേർന്നിരുന്ന് സംസാരിക്കാൻ തയ്യാറില്ല. കാരണം ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വെച്ച 15 പരിപാടികൾ തന്നെ നാളെ അദ്ദേഹം തിരിച്ചു പറയാനുള്ള സാധ്യത ഞങ്ങളിതിലൊന്നും ഭാഗമല്ല എന്നുള്ളത്. അതായത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുലകൾ അനുസരിച്ചുള്ള ചർച്ചകൾ വെച്ച് വല്ല സൊല്യൂഷനും ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ പോലും അത് പ്രായോഗിക തലത്തിൽ ഫലവത്താവാനുള്ള സാധ്യത പലപ്പോഴും അദ്ദേഹം തന്നെ തള്ളിക്കളയുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്ത് സൗഹൃദങ്ങളില്ലാത്ത രാജ്യമായി അമേരിക്ക മാറിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ യുദ്ധത്തോട് യാതൊരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ആരും പ്രകടിപ്പിച്ചിട്ടില്ല. ഇന്ത്യ എന്നതൊക്കെയാണ്, ചൈന, റഷ്യ, ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊന്നും ഈ അമേരിക്കയോട് ചേർന്നിരുന്ന് ഈ യുദ്ധത്തിന്റെ ചർച്ചകൾക്കായി മുതിരുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ട്രംപിന്റെ ഒരു ഇൻകൺസിസ്റ്റൻസിയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാൻ എന്നത് ഒരു കൊളാറ്ററൽ ബെനിഫിഷ്യറിയാണ്. വേറെ ആരെയും കിട്ടാത്തത് കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു കൂട്ടാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പണികൾ ചെയ്തിട്ടുണ്ട്. അത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തന്നെ ഒരു തരത്തിൽ പറഞ്ഞതാണ്, ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി പല ഡേർട്ടി ട്രിക്സും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു പ്ലാറ്റ്ഫോം ആവുന്നു എന്നുള്ളതും അല്ലാതെ അതിൽ കൂടുതൽ പാകിസ്ഥാന് ഈ യുദ്ധം നിർത്താൻ തക്കുന്ന രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല പാകിസ്ഥാൻ ഇറാൻ റിലേഷൻ എന്ന് പറയുന്നത് ഇറാന്റെ ആ മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരു ലേ ഗ്രേഡ് റിലേഷനാണ്. പ്രത്യേകിച്ചും ഈ പാകിസ്ഥാനും ഇറാനും
ഈ പോർട്ടുകളുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷനിൽ ഒരുപാട് കോൺട്രവേഴ്സി. ചബഹാർ പോർട്ടും പാകിസ്ഥാന്റെ പോർട്ടും ഏകദേശം 50 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. അപ്പൊ രണ്ട് രാജ്യങ്ങൾക്കും കോമൺ ആയിട്ടുള്ള പല ഇൻട്രസ്റ്റും ഉള്ളത് കൊണ്ട് തന്നെ ആ രാജ്യങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, മിലിറ്ററി താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിൽ പോലും ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ഈ രാജ്യങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുർക്കി, അതേപോലെ സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളെ അവിടെ കൊണ്ടുവരികയും ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ പാകിസ്ഥാന്റെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രൊപ്പോസൽസ് ട്രംപിന് ഒരു എസ്കേപ്പ് റൂട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മളൊരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നു, അതിൽ ചിലതെങ്കിലും ഇറാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ നിന്നും തൽക്കാലം പുറകോട്ട് മാറാൻ ട്രംപ് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.